മനു എന്ത്? അതാ ഞാനും ചോദിച്ചേ. മനു ഡാ മനു എന്ത്? സുധി ഉള്ളുപോ. എന്റെ സുധി പഠിത്തവനോർത്ത് നീ ഒന്ന് പോ. എന്റെ ഇക്ക ഞാൻ അവനെ വിളിച്ചോണ്ട് പോകാൻ വന്നതല്ല. പിന്നെ അവൻ എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അതേടാ ഈ പിന്നെ നോക്കി എന്റെ ഇക്ക ഞാൻ പോണില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടോ അവനോട്. ഇതൊന്നും പിടി. ഇതെന്തിനാ? ഒന്നുമില്ല, നിങ്ങളെല്ലാം നടത്തിക്കോളെ, ഞാൻ പോയിക്കോളാ. നീ എന്താ കാലത്ത് ടീച്ചറെ വീട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് വരാൻ? നിന്റെ വീട്ടിലേക്ക് ഞാൻ നിന്റെ ഭാര്യയുടെ വായിലിരിക്കണേക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ സുധി നീ ഒന്ന് പോയിക്കോ, അവനിവിടെ പണിയുള്ളതാ. പോവാണ്. ഓ അവളാ? ആരാ? എന്റെ പൊണ്ടാട്ടി അല്ലാതെ ആരാ? ഇതാ മെസ്സേജും വന്നു. സുധിയോടൊപ്പമുള്ള ജീവിതം എനിക്ക് മടുത്തു, നമുക്ക് പിരിയാന്ന്. ഇതുപോലെ 10-20 മെസ്സേജ് വേറെയും കിടക്കുന്നുണ്ട്. എപ്പോ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലും അപ്പൊ ഇതുപോലത്തെ മെസ്സേജ് അവൾ അയക്കും. അവളാ ഞാനുണ്ടല്ലോ. അല്ല നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്തിനാ? എടാ അതെ വേറെ എടാ മനു, ഓ ഈ ഇക്കാന്റെ ഒരു കാര്യം പറയാൻ സമ്മതിക്കൂല. നീ എന്താ കാണിക്കണത്? എന്തേ? എടാ അത് ഇക്കടെ നിക്കറാണത്. ഇതാ നീ അതവിടെ ഇട്ടേ. നീ വേഗം ഇവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഈ ഒരു പേരും പറഞ്ഞ് ഇവിടെ ആകെ ബഹളമായിരിക്കും. നമുക്ക് വൈകുന്നേരം മില്ലിൽ വെച്ച് കാണാം. എന്തായാലും അവനോട് പോണില്ലേ? ഓ എന്തൊരാത്മാർത്ഥത. മതി എനിക്ക് ജീവിതം. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഫോൺ വിളിച്ചാരും എടുക്കത്തുമില്ല. എന്നെ ഒന്ന് തിരിച്ചു വിളിക്കോ? അതുമില്ല. ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോ എന്റെ അപ്പച്ചൻ എന്നെ എടുത്തോണ്ട് നിൽക്കുന്ന നല്ലൊരു ഫോട്ടോ ആയിരുന്നു അത്. സുധി അല്ലാണ്ട് ഈ വീട്ടിൽ വേറെ ആരെടുക്കാനത്? സുധി തന്നെ അതെടുത്ത് കളഞ്ഞിരിക്കുന്നെ. ഇനി അങ്ങനെ ഒരു ഫോട്ടോ എവിടെ നിന്ന് കിട്ടാ? അയ്യോ എന്റെ മോള്. സുധി ഇവിടെ ഉണ്ട്. ഇങ്ങ് പോരെ. ഓ ആൻസി ഇവിടെ ഇരിക്കുക. അച്ഛന്റെ പാപ്പ പാപ്പ തിന്നാ. ചെല്ല് ചെല്ല്, ചെന്ന് പിണക്കം മാറ്റ്. എന്താടി പെട്ടിയും വേഗം കെട്ടിപ്പോഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്നോടൊപ്പമുള്ള ജീവിതം മതിയാക്കി ഇറങ്ങിയതാണോ വീട്ടിൽ നിന്ന്? അതെ. എന്നിട്ട് എന്താണ് നിന്റെ വീട്ടിൽ പോകാതെ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ പോകാൻ ഇറങ്ങിയത്. ടീച്ചർ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്റെ പൊന്നു ടീച്ചറെ, പോണവരങ്ങോട്ട് പോകില്ലായിരുന്നോ? സുധി, നീ ആൻസിയുടെ അപ്പച്ചനും കൂടി നിൽക്കുന്ന ഫോട്ടോ എങ്ങാനും എടുത്തു കളഞ്ഞു. ഞാനോ? അല്ല, ഞാൻ ഒന്നും അറിയാൻ പാടാത്ത പോലെ ചോദിക്കണ കണ്ടില്ലേ? കണ്ടോ ടീച്ചറെ, സുധി തന്നെ അത് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. സുധിക്ക് എന്റെ അപ്പച്ചനെ സുധിനെ കണ്ണെടുത്താ കണ്ടൂടാ. അപ്പച്ചനോടുള്ള ദേഷ്യത്തിന് സുധി എടുത്ത് കളഞ്ഞതാ. എടേ, എനിക്ക് നിന്റെ അപ്പച്ചനെയല്ല, നിന്റെ അപ്പച്ചനാ കണ്ണെടുത്ത് എന്നെ കൊണ്ടുവിടത്ത്. എന്റെ ടീച്ചറെ, ഇവളുടെ തലയ്ക്ക് വട്ടാ. ആ ഫോട്ടോ ഞാൻ എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. താഴെ വീണ് കിടക്കണ കണ്ടപ്പോ കൊച്ചെടുത്ത് കീറിക്കളയണ്ടല്ലോ എന്ന് കരുതി അലമാരിലെ ഡയറിക്കുള്ളിൽ വെച്ചു. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സുധി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അല്ല, അതെനിക്കറിയാമായിരുന്നു. ഞങ്ങൾ പോട്ടെ ടീച്ചറെ. വാടാ മോളെ. വാ സുധിയേട്ടാ, നമുക്ക് പോവാം. ആ ബാഗ് എടുത്തോട്ടോ. പോട്ടെ ടീച്ചറെ. നിങ്ങൾ ഇങ്ങനെ ഫോണിൽ കൂടി കനവിലാന്ന് പറയാണ്ട് ഇങ്ങോട്ട് വാ. ഇപ്പൊ വരുന്നതില് നല്ല ചെറുതേക്കാ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് വാ, അതാ നല്ലത്. അതെ, അമ്മാവൻ അങ്ങനെ പലതും പറയും, അതൊന്നും നീ കാര്യാക്കണ്ട. ഒരു പെണ്ണിനെ കെട്ടി അവളെ മാന്യമായി പോറ്റാനുള്ള അന്തസ്സുള്ള ജോലിയില്ല നിനക്ക്? ജോലി ഉണ്ടായ മാത്രം പോരാ, സ്ഥിരമായിട്ട് ജോലിക്ക് പോണം. നീ ഒരു കാര്യം ചെയ്യും, പോയി അവളെ വിളിച്ചിറക്കി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഇങ്ങോട്ട് കൊണ്ടുവന്നെന്തിനാ? ഇവിടെ പണി തീർത്താ? ഓ എന്റെ പൊന്നു വരവണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല പറഞ്ഞത്.
നിന്റെ വീട്ടിലേക്ക്. അങ്ങനെ വിളിച്ചാ അവൾ ഇറങ്ങി വരുമോന്ന് അറിയില്ല. വരില്ല. നിന്റെ ഒന്നും കൂടെ ഒരു പെണ്ണും വരില്ല. ബുദ്ധിയില്ല, ബോധമില്ല. അതല്ല ദാസപ്പേട്ട, അവൾക്ക് ഇവൻ ഇഷ്ടമാണെന്ന് അറിയണ്ടേ? എന്നാലല്ലേ ഇവൻ വിളിച്ചാൽ അവൾ ഇറങ്ങി വരൂ. നീ ഒരു കാര്യം ചെയ്യും, നീ വിളിച്ച് ഇറങ്ങി വരാൻ മാത്രം അവള് നിന്നെ ഇഷ്ടപ്പെടാൻ ദൈവത്തോട് മനസ്സുരി പ്രാർത്ഥിക്കുക. എല്ലാം നീ ദൈവത്തിൽ അർപ്പിക്കുക. എനിക്ക് വേറെ പണിയുണ്ട്. ഇയാൾക്കൊരു മില്ലണ്ടെന്ന് കരുതി ആരെന്ത് പറഞ്ഞാലും അർപ്പിക്കണ കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ അർപ്പിക്കും, ഇവിടെ അർപ്പിക്കും, ദൈവത്തിൽ അർപ്പിക്കും. അതല്ലടാ, ദാസപ്പേട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട്. നിനക്കറിയോ, ആൻസിയെ പ്രേമിച്ചു കിടന്ന കാലത്ത് നീ പോലും അറിയാതെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എന്തെല്ലാം വഴിപാട് നേർച്ച നടത്തിയിട്ടുണ്ടെന്ന് അറിയോ? അതിന്റെ ഫലവും എനിക്ക് കിട്ടി. ആൻസി അവളുടെ അപ്പച്ചനെ അമ്മച്ചി ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്നില്ലേ? എന്താ അമ്മച്ചി, എന്ത് പറ്റി? അമ്മച്ചി നിനക്ക് അറിയുന്നേ? നിന്റെ അപ്പച്ചന്റെ കൂടെ ഇനി ആ വീട്ടിലേക്ക് ഞാനില്ല. അതെ, എനിക്ക് പോണം. താൻ വേണേ പോയിക്കോ, എന്നാൽ ഇനി ആ വീട്ടിലേക്ക് ഞാനില്ല. നിങ്ങളുടെ വീട്ടിൽ പോണ കാര്യമല്ല പറഞ്ഞത്, എനിക്ക് വേറെ ഓട്ടോളാണ്. ഓ, അമ്മച്ചി അപ്പച്ചനായിട്ട് വഴക്കിട്ടല്ലേ? ഒരിത്തിരി നേരം ഞാൻ ആ സൂസന്നയുടെ വീട്ടിൽ പോയിരുന്നു വർത്താനം പറഞ്ഞും പറഞ്ഞു നിന്റെ അപ്പൻ എന്നെ തല്ലിയത്. അത് സാരില്ല അമ്മച്ചി, അപ്പച്ചനല്ലേ? നിനക്കങ്ങനെയൊക്കെ പറയാം, തല്ലിയിട്ടത് എനിക്കല്ലേ? എല്ലാ ഭർത്തകന്മാരും ഭാര്യമാരെ ഇങ്ങനെ തല്ലുകയാണോ വേണ്ടത്? എടാ, താൻ ഒരാളല്ലേ? അതെ, താൻ ഇങ്ങനെ തന്റെ ഭാര്യയെ തല്ലാറുണ്ടോ? എന്റെ ചേച്ചി, ഞാൻ തല്ലാറുമില്ല, തല്ല് കൊള്ളാറുമില്ല. എനിക്ക് അതിനൊരു താല്പര്യമില്ല. കാശ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോയി. അല്ല, എത്ര തന്റെ കാശ്? 120 രൂപ. മോളെ, ഒരു 120 രൂപ തന്നേ, അയാളൊന്ന് പറഞ്ഞു വിടട്ടെ. എന്റെ ബാഗ്, എന്റെ ദൈവമേ, കാക്കിട്ടന്മാരൊക്കെ കള്ളന്മാരാ. അതെ, ഇതിവിടെ എടുത്തോണ്ട് പോണ്. ഇത് ഞാൻ എന്റെ വീട്ടിലേക്ക് മേടിച്ചു വെച്ച സാധനങ്ങളാണ്. അപ്പൊ ഞാൻ കൊണ്ടുവന്ന ബാഗ് എവിടെ? അതിന് നിങ്ങളൊന്നും കൊണ്ടുവന്നില്ലല്ലോ, വെറുകയോടെ വന്ന് കയറിയത്. അപ്പൊ ഞാൻ ബാഗ് എടുത്തില്ലേ? അല്ല, എന്നെ വിളിക്കാൻ പറ്റുന്ന ഞാൻ ചെല്ലും. നിന്റെ അപ്പച്ചൻ വെറുതെ എന്നെ തിരിച്ചു വിളിച്ചോണ്ട് പോകാൻ വേണ്ടി ഇനി ഞാൻ അങ്ങോട്ടുള്ള നീ പറഞ്ഞേക്കണം കേട്ടോ. നിന്റെ തുണിയും മണിയുമല്ല ഇനി ആ വീട്ടിലെങ്ങാനും നിന്റെ നിഴൽവട്ടം കണ്ട അപ്പച്ച, ഞാൻ പറയട്ടെ. അമ്മച്ചിയുടെ സൈഡ് പറയാനാണ് എനിക്ക് കേക്കണ്ട. അതല്ല, അതെ, എന്റെ കാശ്. എന്താ തന്റെ കാശ്? അപ്പച്ച, അമ്മച്ചി ഇന്നലെ സൂസിയാനയുടെ വീട്ടിൽ പോയിരുന്നതിന് അപ്പച്ചൻ തല്ലിയായിരുന്നു. അയ്യ, തല്ലുകയല്ല, അവളെ കൊല്ലുകയാണ് വേണ്ടത്. എടി, അവൾ ഇത്തിരി നേരോ ഒത്തിരി നേരോ പോയിരിക്കട്ടെ, പക്ഷെ ഉച്ചക്കുള്ള ഊണ് വെക്കാതെയാണ് അവിടെ അയൽവക്കത്ത് പോയിരുന്ന് ഇറങ്ങുന്നത്. അതെ സാറേ, കറങ്ങ് മാറ്റിയിരുന്നെങ്കിൽ എനിക്കങ്ങ് പോയായിരുന്നു. അവിടെ നിൽക്ക്, മാറ്റാം. മോക്കറിയാവോ, അപ്പച്ചനൊന്ന് ഉച്ചയ്ക്ക് പട്ടിണിയാ. എന്റെ മനുഷ്യ, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടല്ലേ പോയത്? ഏതാടി ഒരു പാക്കറ്റ് ബ്രെഡും ജാമുമോ? അതാണോ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം? പതുക്കെ, ആൾക്കാർ കേൾക്കും. എടോ, തന്റെ വീട്ടിൽ താൻ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് കൈ കഴിച്ചെന്നിരിക്കുമ്പോ തന്റെ ഭാര്യ തനിക്ക് ബ്രെഡും ജാമാണോ തരുന്നത്? എനിക്ക് ബ്രെഡും ജാമൊന്നും പറ്റൂല, എനിക്ക് ഉച്ചക്ക് കൂടെ തന്നെ. ഒരു നേരം ബ്രെഡും ജാമും കഴിച്ചു തന്റെ അണ്ണാക്കിന്റെ എന്തായി കാണിക്കുന്നത്? തന്നോട് ഞാൻ എത്ര ഉണ്ട് പറഞ്ഞ വണ്ടി ഒന്ന് മാറ്റിയിടാൻ. അത് ശരി, ഇത്ര നേരം സാറേ സാറേന്ന് വിളിച്ചിട്ട് ഇപ്പൊ താനെന്നോ? അല്ലാണ്ട് ഇപ്പൊ എത്ര നേരം ഉണ്ടോ പറഞ്ഞ ആ വണ്ടി ഒന്ന് മാറ്റിയിടോ. രണ്ടും കൂടി കുടുങ്ങുണാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ നെഞ്ചെത്തിട്ട് കയറണം. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനിടയ്ക്ക് ഓട്ടോ അടിച്ച് കയറ്റാൻ തന്നോട് ആരുടെ പറഞ്ഞു? അത് കൊള്ളാം. ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒന്നായ? ഇല്ല, ഒരു ചെറിയ പ്രശ്നത്തിന് ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്ത് പോകുന്നു വിചാരിച്ച താൻ. എന്റെ അപ്പച്ച ആ കാറൊന്നും എടുത്ത് മാറ്റി കൊടുക്ക്, അയാൾ പോയിക്കോട്ടെ. മാറ്റി കൊടുക്കണ്ടായോ? അയാൾ പൊയ്ക്കോട്ടെ. നീ പറഞ്ഞ പിന്നെ മോളെ, അവറ്റൊരു ബാഗ് എടുത്താ മാറ്റിക്ക് ഞാൻ. എന്റെ അടുത്താണ് കളി. ഒന്ന് വേഗം വാടി. അച്ചായ, ഓ, ഈ ഡോറും തുറന്നേ. ആഹാ. ആ മോളെ, അപ്പച്ചനമ്മച്ചി പോകുന്നു കേട്ടോ. സുധീരൻ പറഞ്ഞേക്കണം ഞങ്ങൾ വന്നിരുന്നു. ശരി അപ്പച്ച. എന്നെ വീട്ടിൽ വിട്ടിട്ട് വേണം എനിക്ക് കോടതി പോകാൻ. പറഞ്ഞണ്ടേ? നീ കിടന്നോ, ഞാനൊന്ന് മില്ല് വരെ പോയിട്ട് വരാം. ഈ പാതിരാത്രിക്ക് ഇനി എന്തിനാ മില്ലി പോകുന്നേ? അവിടെ നീ ഇടയായി തടികൾ മോഷണമുണ്ട്. ദാസപ്പെട്ട 3-4 ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്. നീ കിടന്നോ, ഞാൻ വേഗം വരാം. വേഗം വരാന്ന് പറഞ്ഞാ പോരാ, വേഗം വരണം. ഞാനും മോൾ ഇവിടെ തനിച്ചാന്ന് ഓർക്കണം. ടീച്ചർ പോലും അപ്പുറത്തില്ല. ടീച്ചർ അവിടെ പോയി? ടീച്ചറുടെ അനിയത്തിക്ക് സുഖൂലെന്ന് പറഞ്ഞ് ഫോൺ വന്നിട്ട് ടീച്ചർ അങ്ങോട്ട് പോയിരിക്കുക. ആ, ഉറങ്ങിക്ക.
ആ അതെ കട്ടിയില്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഛേ കട്ട് ചെയ്തു